ഇങ്ങനെ നടന്നാ മതിയോ? നമുക്ക് നാടകം കളിക്കണ്ടേ? ഞാൻ ബിഗ് ബോസിൽ പോയി, ഫ്ലൈറ്റ് കേറി എത്തി. എന്തൊരു കഷ്ടമാണെന്ന് നോക്കണേ. ഇതിനകത്ത് ഇത്ര സങ്കടപ്പെടാൻ എന്തായിരിക്കും? അവളെ പിരിച്ചു വിട്ടു, ബിഗ് ബോസിൽ നിന്ന് പിരിച്ചു വിട്ടു. വ്ളോഗേഴ്സിന്റെ കുറെ കണ്ട് ഞാൻ. എങ്ങനുണ്ട്? കാരണം സൂചിച്ചാണ്ട് വലിയ ആഗ്രഹമായിരുന്നു ബിഗ് ബോസ്. സംശയമൊന്നുമില്ലല്ലേ? ഒന്ന് നിർത്തണോ തന്റെ ഈ പുളു? സൂചിച്ചാണ്ട് വലിയ ആഗ്രഹമായിരുന്നു ബിഗ് ബോസ്. പച്ച കള്ളമാണ് സാർ പറയുന്നത്, സാറാണ് സത്യം. സോ ഞാൻ പോയിരിക്കും. എവിടെ എപ്പോഴും അച്ഛനെ കള്ളനാക്കി നമ്മളെയും കുറ്റം പറഞ്ഞ് നടക്കുന്ന ഒരുത്തനെ ഇവിടെ വിളിച്ചു വരുത്തി അന്നം കൊടുക്കേണ്ട ഒരു കാര്യമില്ല. 10 പാവങ്ങളെ വിളിച്ച് വല്ലതും കൊടുത്താൽ അവർക്ക് അതിന്റെ നന്ദി ഉണ്ടാവും, നമുക്ക് അതിന്റെ പുണ്യം ഉണ്ടാവും. പക്ഷെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഞാനിപ്പോ ഈ വീട്ടിൽ ഇരിക്കുവാണ്, ഞാൻ എങ്ങനെയാണ് കേറിപ്പോയത്? ഈ ടിവിക്കാരുടെ കാര്യം കൊണ്ട് ഞാൻ തോറ്റു. ഞാൻ അറിഞ്ഞില്ല കേട്ടോ. അഥവാ എന്നെ ഇതുവരെയായിട്ടും വിളിച്ചിട്ടില്ല. വിളിച്ചാൽ എന്തായാലും ഞാൻ കേറിപ്പോവും തന്നെ ഞാൻ പറയുന്നു. വട്ടായിട്ടുള്ള ആക്ടിങ് അസലായി അല്ലെ, അവിടെ നിന്ന് ഗെയിം കളിക്കുന്നു, വിളിച്ചാൽ എന്തായാലും പോകും, സന്തോഷത്തോടു കൂടി പോകും. അളിയാ, ഇതെല്ലാം സൂചിച്ചാണ്ട് വലിയ ആഗ്രഹമായിരുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ടും ഞാൻ അവിടെ പോകുന്നതായി പ്രഖ്യാപിക്കുന്നു. നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും പ്രാർത്ഥനയും ഇനിയും പ്രതീക്ഷിക്കുന്നു. ഞാൻ എന്തായി കേക്കണേ? സത്യമാണ്. എന്നെ ഒരുപാട് പേര് സപ്പോർട്ടുണ്ടെന്ന് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒത്തിരി മെസ്സേജുകൾ വരാറുണ്ട്. നേരിട്ട് കാണുമ്പോൾ എല്ലാ ജനങ്ങളും രേണുസുതി ഇങ്ങനെ തന്നെ പോണം. അപ്പൊ പിന്നെ എല്ലാരും പറയാം ഡെയിലി വീഡിയോ ഇട്. എനിക്ക് നല്ലൊരു ഫോണില്ല, ഒന്നാമത്തെ പെരുങ്കള്ളനാണ്. ഭയങ്കര ഒരു മോശമായിട്ടുള്ള ഫോണാണ്. ഏതാണോ ഈ മാരണം? പലതരം പാർട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. സൂട്ടും കോട്ടും ഇട്ട പിച്ചക്കാരനെ ഞാൻ ആദ്യമായിട്ട് കാണുക. ഉറക്കമൊന്നുമില്ല, ഓട്ടം തന്നെയാണ്. ആൽബത്തിനും അതുപോലെ ഷോർട്ട് മൂവീസും എല്ലാം നിന്ന് വാചകം അടിച്ച നിന്റെ അണ്ണാക്കിൽ ഞാൻ 12 ഒരു ഒഴിക്കും. എല്ലാം കൊണ്ട് നല്ല തിരക്ക് പിടിച്ച ഒരു സമയമാണ്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ഒന്നും ഇല്ലാത്ത. തൊലിക്ക് നല്ല കട്ടിയാണല്ലേ? ഇതും ഒരു തുടക്കമാണ്. സൂചിച്ചാണ്ട് വലിയ ആഗ്രഹമായിരുന്നു ബിഗ് ബോസ്. സോ ഞാൻ പോയിരിക്കും. വേറെ ഒരു വഴിയില്ല ഗായ്സ്, പെട്ടിരിക്കുകയാണ് നമ്മൾ ശരിക്കും. നീ അഭിനയിക്കാൻ വാടാ, അപ്പൊ കാണാം. ഇത് വെറും തുടക്കമാണ്, ബാക്കി നീ അറിയാൻ പോകുന്നതേ ഉള്ളൂ. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.